നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി രാവിലെയിലേക്ക് സ്വാഗതം. വാർത്തകളുടെ ഒരു കുത്തൊഴുക്കുള്ള ദിവസമാണ്. ഇപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ തന്നെ കാണാം, ബ്രേക്കിംഗ് ന്യൂസായി വളരെ വളരെ പ്രധാനപ്പെട്ട പല വാർത്തകൾ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂസ് 18 എക്സ്ക്ലൂസീവായ ഒരു വാർത്തയാണ്. അത് ഇന്നലെ ആലപ്പുഴയിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് 2 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി ഒരു യുവതി പിടിയിലായത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ന്യൂസ് 18 എത്തിച്ചിരുന്നു. ആ കേസിൽ വളരെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ വരുന്നു. സിനിമാ മേഖലയിലേക്ക് നീളുന്നതാണ്. അതിൽ പല വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. മേഘ മധു IB ഉദ്യോഗസ്ഥയായ ഒരു 24 വയസ്സുള്ള പെൺകുട്ടി എന്തിനാണ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തതെന്ന ചോദ്യം കഴിഞ്ഞ കുറേ ദിവസമായി കേരള സമൂഹം ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ വരുന്നു. അതൊരു പ്രണയച്ചതിയാണ് എന്നതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട വാർത്തകൾ രാജ്യസഭയിൽ നിന്നാണ് ഇന്ന് വരാനുള്ളത്. ഒപ്പം അമേരിക്ക പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വാർത്തകൾ കൊണ്ട് നിറഞ്ഞ ദിവസത്തിന്റെ തുടക്കം. ആദ്യം നമുക്ക് തലക്കെട്ടുകൾ നോക്കാം. ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും ചോദ്യം ചെയ്യാൻ എക്സൈസ്. ഹാജരാകാൻ ഇരുവർക്കും നോട്ടീസ് നൽകും. താരങ്ങൾക്കൊപ്പം പലതവണ ലഹരി ഉപയോഗിച്ചെന്ന് തസ്ലീമ സുൽത്താന. മുഖ്യ തെളിവായി തസ്ലീമയും താരങ്ങളും തമ്മിലുള്ള ചാറ്റുകൾ. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് രാജ്യസഭയിൽ. ലോക്സഭയിൽ ബിൽ പാസ്സായത് 232-നെതിരെ 288 വോട്ടുകൾക്ക്. ചർച്ച നീണ്ടത് 14 മണിക്കൂർ. പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ തള്ളി. വിദേശ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യക്കും തിരിച്ചടി. ചുമത്തിയത് 26% തീരുവ. ചൈനയ്ക്ക് 32%, പാകിസ്ഥാൻ 58%. അമേരിക്കയുടെ വിമോചന ദിനമെന്ന് ഡൊണാൾഡ് ട്രംപ്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. IB ഉദ്യോഗസ്ഥ മേഘ മധുവിന്റെ മരണത്തിൽ വഴിത്തിരിവ്. സുകാന്ത് സുരേഷിന് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങൾ. മേഘയും സുകാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ. ന്യൂസ് 18. ആശാവർക്കർമാരുമായി സർക്കാരിന്റെ ചർച്ചയിന്ന്. മുഴുവൻ തൊഴിലാളി സംഘടനകളുമായും ആരോഗ്യമന്ത്രി ചർച്ച നടത്തും. ആവശ്യങ്ങൾ അംഗീകരിച്ച് ഉത്തരവിറക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് ആശമാർ. CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ തുടരുന്നു. രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും പ്രമേയത്തിന്മേലുമുള്ള ചർച്ചയിന്ന്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് പാർട്ടി കോൺഗ്രസ് വേദിയിൽ. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ്. 170 റൺസ് വിജയലക്ഷ്യം. 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. ജോസ് ബട്ട്ലർക്ക് അർദ്ധ സെഞ്ചുറി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും. വഖഫ് നിയമ ഭേദഗതി ബിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇന്നലെ രാത്രി അല്ല, ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിയോടെയാണ് പൂർത്തിയാക്കിയത്. ലോക്സഭ ബിൽ പാസാക്കി. ഇന്ന് ബിൽ രാജ്യസഭയിലേക്ക് എത്തുകയാണ്. 14 മണിക്കൂർ നീണ്ട നടപടിക്രമങ്ങൾക്കൊടുവിലാണ് ബിൽ ഇന്നലെ ലോക്സഭ പാസാക്കിയത്. പ്രതിപക്ഷം കൊണ്ടുവന്ന ഭേദഗതി നിർദ്ദേശങ്ങൾ തള്ളി. ER രാഗേഷ് വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാവിലെ നമ്മൾ സംസാരിച്ചത് ലോക്സഭയിൽ 8 മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയെക്കുറിച്ചാണെങ്കിൽ നീണ്ടത് 14 മണിക്കൂർ വരെ പോയി. 288 വോട്ട്. കണക്കുകൾ അനുകൂലമായിരുന്നു നേരത്തെ തന്നെ. ആ കണക്കുകൾ സാധൂകരിച്ചുകൊണ്ട് ലോക്സഭയിൽ ബില്ല് പാസ്സാവുകയും ചെയ്തു. ഇന്നിപ്പോൾ രാജ്യസഭയിലേക്ക് വരുമ്പോൾ എന്താണ് സ്ഥിതി? ഇന്നലത്തെ ചർച്ചകൾ എങ്ങനെയൊക്കെയായിരുന്നു? ശ്രീജ, കേന്ദ്ര സർക്കാർ ഏതായാലും ആദ്യ കടമ്പ കടന്നിരിക്കുന്നു. കാരണം ലോക്സഭ ഈ ബില്ല് പാസ്സാക്കിയിരിക്കുകയാണ്. ഇന്നലെ 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 10 മണിക്ക് മുമ്പായി ഈ ചർച്ചകളൊക്കെ തന്നെ അവസാനിക്കേണ്ടതായിരുന്നു. ബില്ല് അവിടെ പാസ്സാക്കേണ്ടതായിരുന്നു. പക്ഷേ 14 മണിക്കൂറാണ് ചർച്ച നീണ്ടുപോയത്. തുടർന്ന് ഏതാണ്ട് 1:56 പുലർച്ചെ 1:56 ബില്ല് പാസ്സാക്കിയത്. 288 അംഗങ്ങൾ, ഭരണപക്ഷത്തിലുള്ള 288 അംഗങ്ങൾ ഈ ബില്ലിനെ പിന്തുണച്ചു. 232 പേർ എതിർത്ത് വോട്ട് ചെയ്തു. കേരളത്തിൽ നിന്ന് ഏതായാലും സുരേഷ് ഗോപി ഒഴികെ
ബാക്കി എല്ലാവരും ഈ ബില്ലിനെ എതിർത്തു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും 12:06 ഈ ചർച്ച തുടങ്ങിയത്. പുലർച്ചെ 1:56 വരെ അത് നീണ്ടു നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഒരു 14 മണിക്കൂർ നീണ്ട ചർച്ചയാണ് ഈ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ നടന്നത്. പലപ്പോഴും കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും കേന്ദ്രമന്ത്രിമാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. ഇന്നലെ കെ രാധാകൃഷ്ണൻ സംസാരിക്കുമ്പോൾ സുരേഷ് ഗോപി എഴുന്നേറ്റുന്നതിന് ശേഷം സംസാരിക്കുന്നത് കണ്ടു. അതിനുശേഷം ഹൈബി ഈഡൻ സംസാരിക്കുമ്പോൾ ജോർജ് കുര്യന്റെ ഇടപെടലുണ്ടായി. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും ഒപ്പം തന്നെ BJP അംഗങ്ങളും തമ്മിൽ വാക്കേറ്റത്തിലൊക്കെ അടക്കം കാര്യങ്ങൾ പോയി. കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ആവർത്തിച്ച് പറഞ്ഞത് ഇത് ന്യൂനപക്ഷ വിരുദ്ധമല്ല എന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. മതകാര്യങ്ങളിൽ ഇത് ഇടപെടുന്നില്ല ഈ നിയമം ബില്ലുകൊണ്ട് എന്നാണ് കേന്ദ്രം ആവർത്തിച്ച് പറയുന്നത്. ഒപ്പം മുൻപം അടക്കമുള്ള വിഷയങ്ങളും റിജിജു പരാമർശിക്കുകയും ചെയ്തു. അതായത് മുൻപം പ്രശ്നത്തിന് അടക്കം പരിഹാരം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കേരളത്തിനുള്ള അടക്കം പ്രതിപക്ഷ അംഗങ്ങൾ പല ഭേദഗതി നിർദ്ദേശങ്ങളും നൽകിയിരുന്നു. ഇതൊക്കെ തന്നെ തള്ളുകയാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ഇതര സമുദായത്തിനുള്ള പ്രാതിനിധ്യം ഈ ബോർഡുകളിൽ സംബന്ധിച്ച ഭേദഗതി NK പ്രേമചന്ദ്രൻ ഒപ്പം തന്നെ K രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ തന്നെ അത്തരം ഭേദഗതി നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. അതും തള്ളി. തുടർന്നാണ് പുലർച്ചെ ഏതാണ്ട് 1:56 ബില്ല് പാസ്സാക്കാൻ സാധിച്ചത്. അങ്ങനെ ആദ്യ കടമ്പ കടന്നു എന്ന് പറയാം. ഇന്നേതായാലും രാജ്യസഭയിൽ വരികയാണ് ബില്ല്. സ്വാഭാവികമായും രാജ്യസഭയിലും സർക്കാരിനെ സംബന്ധിച്ച് പ്രതിസന്ധിയില്ല. 237 അവിടുത്തെ നിലവിലെ അംഗബലം. 122 അംഗങ്ങൾ NDAക്കുണ്ട്. 119 അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ സ്വാഭാവികമായും അവിടെയും സർക്കാരിന് പ്രശ്നങ്ങളില്ല. അങ്ങനെ ഇന്ന് രാജ്യസഭയിലും ഈ ബില്ല് പാസ്സാകുന്നതോടുകൂടി അത് നിയമമാകും. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടുകൂടി അത് നിയമമായി മാറും. ഏതായാലും ഇന്നും സമാനമായ രീതിയിൽ ലോക്സഭയിലേതുപോലെ തന്നെ രാത്രി വരെ നീണ്ടു നിൽക്കാനുള്ള സാധ്യത തന്നെയാണ് രാജ്യസഭയിലും ഉള്ളത്. അവിടെയും ഇന്ന് 12 മണിയോടുകൂടി ചർച്ച ആരംഭിക്കും. ശ്രീജ, ശരി. രാജ്യസഭയിലും കണക്കുകൾ സർക്കാരിന് അനുകൂലമായതുകൊണ്ട് തന്നെ അവിടെയും വലിയ നാടകീയമായ ഒന്നിനും സ്കോപ്പില്ല. വളരെ പെട്ടെന്ന് തന്നെ വലിയ എതിർപ്പില്ലാതെ രാജ്യസഭയിലും ബിൽ പാസ്സാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലും ആത്മവിശ്വാസത്തിലുമാണ് സർക്കാരുള്ളത്. എന്തായാലും ഇന്നലെ ഏറെ വൈകി പുലർച്ചെ ഇന്ന് രാവിലെ 2 മണിയോടെയാണ് 1:56 ബിൽ ലോക്സഭയിൽ 288 വോട്ടുകൾക്ക് പാസ്സായത്. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് വരുന്നു. വിദേശ രാജ്യങ്ങൾക്ക് ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച അമേരിക്ക. ഇന്ത്യക്ക് 26% തീരുവയാണ് ചുമത്തിയത്. ചൈനയ്ക്ക് 32%, പാകിസ്ഥാന് 58% തീരുവ ഏർപ്പെടുത്തി. അമേരിക്കയുടെ വിമോചന ദിനമെന്നാണ് പ്രഖ്യാപന ശേഷം ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. അപർണ കുറുപ്പ് വിവരങ്ങളുമായി. അപർണ, ഒരുപക്ഷെ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ ഇടയുള്ള തീരുമാനം എന്നാണ് ആഗോളതലത്തിൽ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഇന്ത്യയെ സംബന്ധിച്ച് 26% തീരുവ എന്ന് പറയുമ്പോൾ അത് ചെറിയ ചലനങ്ങളല്ല ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കണക്കുകൾ എന്തൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്? ശ്രീജ, ഈ പറഞ്ഞു വരുന്ന പോലെ തന്നെ ട്രംപിന്റെ കടുംവെട്ട് എന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ തന്നെ ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. ഇത് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിച്ച കാര്യമാണ്. അത് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യം. അപ്പോഴും ഈ ഉയർന്ന ഈ പകരച്ചുങ്കം പ്രഖ്യാപിക്കുമ്പോൾ താൻ ഇതിലൊക്കെ ദയാലുവാണ് എന്നുള്ള ഒരു നിലപാട് പലതവണ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ട്രംപ് എന്നുള്ളതാണ്. ട്രംപ് പറയുന്നു അമേരിക്കയും മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധം ഏത് തരത്തിലാണ് എന്ന് വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അതെടുത്ത് പറഞ്ഞ ശേഷമാണ് ട്രംപ് പറയുന്നത് ഇതാ ഈ ഇത്രയധികം ശതമാനം തീരുവയിലേക്ക് കടക്കുകയാണ് എന്ന് പറയുന്നു. അന്യായ ഇറക്കുമതി തീരുവ ഇന്ത്യയടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഈടാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനൊരു നടപടിയിലേക്ക് വരുമെന്ന് നേരത്തെ തന്നെ അമേരിക്ക പ്രഖ്യാപിച്ചത്. പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യക്ക് 26%, ചൈനയ്ക്ക് 34%. യൂറോപ്യൻ യൂണിയനുമായി വളരെ നല്ല അടുത്ത ബന്ധമാണ് അമേരിക്കയ്ക്കുള്ളത്. അതുകൊണ്ട് 20% താൻ പറയുന്നത് എന്ന് പറയുന്നു. UK-ക്ക് 10%, ജപ്പാന് 24%. ട്രംപ് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ അടുത്ത സുഹൃത്താണ്. 52% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. പക്ഷേ നമ്മൾ അവർക്കൊരു ഡിസ്കൗണ്ട് പകരച്ചുങ്കമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് 26% എന്ന് പറയുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാകാൻ പോകുന്നത് വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന 25% തിരിച്ചടി തീരുവ. അതാണ് ഇന്ത്യക്ക് ആശങ്കപ്പെടുത്തുന്ന കാര്യം.
അതിൻ്റെ ഇടയിൽ പറയണം, ചൈനയുടെ സാമ്പത്തിക രംഗത്തും വലിയ തിരിച്ചടി 67%ഒക്കെയാണ് തീരുവ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക കൺട്രോൾ റൂമൊക്കെ തുറന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് 10% തീരുവയാണ് അമേരിക്ക ഏർപ്പെടുത്തുന്നതെങ്കിൽ ഒരു $600 കോടി ഇടിവുണ്ടാകുമെന്നുള്ളൊരു കണക്കുണ്ട്. അത് 10% ആണെങ്കിൽ ഇപ്പോൾ 26 ആകുമ്പോൾ 25% ഉയർത്തുമ്പോൾ അതനുസരിച്ചുള്ള വ്യത്യാസമുണ്ടാകും. ഇത് ഏകദേശം 51,600 കോടിയാണ് ഈ $600 കോടി എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പോൾ അത്രയധികം 2.5 ഇരട്ടിയോളം രൂപയുടെ പ്രത്യാഘാതമാണ് ഉണ്ടാകുക. ഇത് ഓഹരി വിപണിയെ മോശമായി ബാധിച്ചു. ഡൗ ജോൺസ് സൂചിക 256 പോയിന്റും നാസ്ഡാക്ക് 2.5% ഇടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് നേരത്തെ തന്നെ ഇന്ത്യ ഇത് കരുതിയിരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യ അതിനൊരു പ്രിക്കോഷൻസ് എടുത്തിരിക്കുന്നു. ഒരു കൺട്രോൾ റൂം തുറന്നുകൊണ്ട് ആ തരത്തിലുള്ള ഒരു മോണിറ്ററിംഗ് ഇന്ത്യ നടത്തിയിരിക്കുന്നു. അത് കാരണം ഈ ഫെബ്രുവരി 2ാമത്തെ ആഴ്ച തൊട്ട് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള സാമ്പത്തിക രംഗത്തിലെ ചർച്ച നടക്കുകയാണ്. വലിയ തരത്തിൽ ഇത് മോശമായിട്ട് ബാധിക്കാതിരിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ള പ്രതികരണങ്ങൾ ഇന്ത്യൻ ഫിനാൻസ് സെക്ടറിൽ നിന്ന് വരുന്നുണ്ട്. ഇന്ത്യ ചെയ്യുന്ന ചില കാര്യങ്ങൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വൈദ്യുതി വാഹനങ്ങളുടെ തീരുവ കുറയ്ക്കുക എന്നൊരു നടപടിയിലേക്ക് ഇന്ത്യ കടക്കാനൊരുങ്ങുകയാണ്. 100% ആയിരുന്നു ഇറക്കുമതി തീരുവ ഇന്ത്യ പ്രഖ്യാപിച്ചത് വൈദ്യുതി വാഹനങ്ങൾക്ക്. അതിന് പകരം അത് കുറയ്ക്കാൻ ഒരുങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലെ വാഹന കമ്പനികളുടെ സമ്മർദ്ദം ഇതിനെതിരെയുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് ഇന്ത്യയിലെ വാഹന കമ്പനികൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇന്ത്യ ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. സ്വാഭാവികമായിട്ടും ട്രംപിന്റെ വിശ്വസ്തനായിട്ടുള്ള ഇലോൺ മസ്കിന്റെ ടെസ്ലയ്ക്ക് ഏറെ ഗുണകരമാകുന്ന ഒരു തീരുമാനത്തിലേക്ക് കടക്കും. ഇവിടെയുള്ള ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ കമ്പനികൾക്കൊക്കെ വലിയ തിരിച്ചടി സൃഷ്ടിക്കുന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഒരു പ്രിക്കോഷൻസ് എടുത്തു എന്ന് ഉള്ള ആത്മവിശ്വാസം ഫിനാൻസ് സെക്ടറിനുള്ളത്. ഇന്ത്യൻ വിപണി ശക്തമായിട്ട് തിരിച്ചു കയറി. ലോകത്ത് ഓഹരി വിപണിയിൽ തിരിച്ചടി ഉണ്ടാകുമ്പോൾ പോലും സെൻസെക്സ് 592.93 പോയിന്റ് ഉയർന്ന് 76,617 അവസാനിച്ചിരിക്കുന്നത്. അതായത് നിഫ്റ്റിയും നേട്ടമാണ് വന്നിരിക്കുന്നത്. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ വലിയ ഇടിവും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ത്യൻ സാമ്പത്തിക രംഗം ഇതിനെ മറികടക്കും എന്നും ഉള്ള ആത്മവിശ്വാസം സെക്ടറിനുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ത്യ അതിന് പകരം ഈ ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന കാര്യങ്ങൾ ഏത് തരത്തിൽ തിരിച്ചടിയാകുമെന്നുള്ളതാണ്. ഒരൊറ്റ പോയിന്റ് കൂടി കേരളത്തെ സംബന്ധിച്ചിടത്തോളം സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും ഈ പകർച്ചവ്യാധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ തീരദേശ മേഖല, മത്സ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയെ ബാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് വരിക എന്നും ഇനി വരും ദിവസങ്ങളായിരിക്കും വ്യക്തമാക്കുക. ശ്രീജ, ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ട്രംപ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു അപർണ. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ പോയതേ ഉള്ളൂ, എൻ്റെ അടുത്ത സുഹൃത്താണ്, പക്ഷേ യു ആർ നോട്ട് ട്രീറ്റിംഗ് അസ് റൈറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് ചുമത്തുന്നതിൻ്റെ പകുതി മാത്രമേ ഉള്ളൂ. മറ്റ് ഏഷ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു ഇളവുണ്ടെന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ആ തരത്തിൽ ഒരു പ്രഖ്യാപനം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. 52% ഇന്ത്യ ചുമത്തുന്നത്. അതിന് പകരം ഞങ്ങൾ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, ഡിസ്കൗണ്ട് തീരുവ ചുങ്കം, ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്ത്യക്കൊരു ഡിസ്കൗണ്ട് നൽകുകയാണ് എന്നുള്ളൊരു നിലപാട് മോദി പറയുന്നു. ട്രംപിന്റെ ഈ കടുത്ത സാമ്പത്തിക നയങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്ന തീരുമാനങ്ങൾ യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തു നിന്നും കാനഡ അടക്കമുള്ള രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു. ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമ്പോൾ ആ തരത്തിൽ ചില നിലപാടുകൾ മയപ്പെടുത്താനുള്ള നീക്കമാണ് ഇന്ത്യയുടെ ഫിനാൻസ് സെക്ടറിൽ നിന്നുണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ കുറേയേറെയൊക്കെ വഴങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള സൂചനകളാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വൈദ്യുതി വാഹനങ്ങളുടെ 100% ഇറക്കുമതി തീരുവുണ്ടായിരുന്ന വൈദ്യുതി വാഹനങ്ങളുടെ ആ തീരുവയെ കുറയ്ക്കാനുള്ള ഒരു വലിയ തീരുമാനം ഇന്ത്യ എടുക്കുന്നത് ഇവിടെയുള്ള വാഹന കമ്പനികളുടെ എല്ലാം നിലപാടിനെ, സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യ കുറച്ചുകൂടെ യൂറോപ്യൻ യൂണിയനോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളോ സ്വീകരിച്ച നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോകുന്നു. അമേരിക്ക ഇന്ത്യ വാണിജ്യ ബന്ധം മെച്ചപ്പെടുത്തണം, അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിലൊരു ഇടിവ് വരണം എന്ന് ഇന്ത്യ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള നിലപാടുകൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞ പോലെ പക്ഷേ വസ്ത്രങ്ങളുണ്ട്, വിദേശ നിർമ്മിത ഓട്ടോമൊബൈൽ പ്രോഡക്റ്റുകളുണ്ട്, സമുദ്ര ഉൽപ്പന്നങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം കയറ്റുമതി, ലോഹങ്ങളുണ്ട്, ഇതിൻ്റെ എല്ലാം കയറ്റുമതി
കയറ്റുമതിയെ ബാധിക്കുന്ന വിഷയമാണ്. ഓരോ സെക്ടറും ആ തരത്തിലുള്ള നിലപാടിലേക്ക് ആണോ വ്യക്തമാകുക, അതായിരിക്കുമെന്നൊക്കെ ഇനി ഒരുപക്ഷെ ഇത് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ, അത് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇന്നത്തെ ദിവസം ഓഹരി വിപണിയിലേക്ക് കൂടി നമുക്ക് ഉറ്റുനോക്കാം. എങ്ങനെയാണ് ഈ ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തോട് വിപണികൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് ഇന്ത്യൻ വിപണികൾ പ്രത്യേകിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചെറിയൊരു ഇടിവൊക്കെ പ്രകടമാക്കിയിരുന്നു. കാരണം ഇത് വരാൻ പോകുന്നു എന്ന് പറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. എന്തായാലും 26% എന്നത് മറ്റ് ഏഷ്യൻ കോമ്പറ്റേറ്റേഴ്സായ തായ്ലൻഡ് അല്ലെങ്കിൽ വിയറ്റ്നാം, ചൈന, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ കുറഞ്ഞ തീരുവയാണ് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയൊക്കെ ആയിരിക്കും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധുവിൻ്റെ കാമുകൻ സുകാന്ത് സുരേഷിന് ഒരേ സമയം ഉണ്ടായിരുന്നത് 3 പ്രണയബന്ധങ്ങൾ. മേഘയെ ലൈംഗികമായി ദുരുപയോഗിച്ചു എന്നും തുടർന്ന് തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ മേഘ ചികിത്സ തേടിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. അതേസമയം മേഘയും സുകാന്തും തമ്മിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം IB ഉദ്യോഗസ്ഥയായിരുന്ന മേഘ മധു എന്ന 24 വയസ്സുകാരിക്ക് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായി കൂടി സുകാന്ത് സുരേഷിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മേഘ മധു ഉൾപ്പെടെ ഇന്റലിജൻസ് ബ്യൂറോയിലെ 3 വനിതാ ഉദ്യോഗസ്ഥരുമായി ഒരേ സമയം അടുപ്പം സൂക്ഷിച്ചിരുന്ന സുകാന്ത് സുരേഷ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. IB ഉദ്യോഗസ്ഥരും പോലീസും കൊച്ചിയിലെ സുകാന്തിന്റെ താമസ സ്ഥലത്ത് നടത്തിയ പരിശോധനയിലാണ് ഇയാൾക്ക് മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചത്. 2 തവണ സിവിൽ സർവീസ് പ്രിലിമിനറി പാസ്സായ സുകാന്ത് മെയിൻ പരീക്ഷയിൽ പരാജയം നേരിട്ടിട്ടും സിവിൽ സർവീസ് മോഹം കൈവിട്ടിട്ടില്ലെന്നതിന് തെളിവായി സുകാന്ത് സുരേഷ് IAS എന്നെഴുതിയ പേഴ്സണൽ ഡയറി മുറിക്കുള്ളിൽ നിന്ന് കണ്ടെടുത്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയിച്ചതിന് ശേഷം മാത്രം വിവാഹം മതിയെന്ന നിലപാടെടുത്ത സുകാന്തിനെ ഉടൻ വിവാഹം നടത്തണമെന്ന് പറഞ്ഞ് മേഘ നിർബന്ധിച്ചിരുന്നതായും ഇതേ തുടർന്ന് ഇയാൾ യുവതിയുടെ പരുഷമായി പെരുമാറിയിരുന്നതായും ആണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് പിന്നാലെ തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ചികിത്സ തേടിയെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിനിടെ 2024 ഒക്ടോബറിനും ഡിസംബറിനും ഇടയിൽ മേഘയ്ക്ക് ലഭിച്ചിരുന്ന ശമ്പളം മുഴുവനായും സുകാന്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈമാറിയതിന്റെ തെളിവുകൾ ന്യൂസ് 18 ലഭിച്ചു. മേഘയ്ക്ക് ദൈനംദിന ചെലവുകൾക്കായി 10,000 രൂപയും 15,000 രൂപയും വീതം സുകാന്ത് പലപ്പോഴായി അയച്ചതിന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകളും അന്വേഷണ സംഘം വീണ്ടെടുത്തിട്ടുണ്ട്. യുവതി ആത്മഹത്യ ചെയ്യുന്നതിന് തലേദിവസം രാത്രി 9:30ക്കും 11 മണിക്കും ഇടയിൽ എന്തൊരു സ്റ്റുപ്പിഡ് ജന്മമാണ് തൻ്റേതെന്ന് പറഞ്ഞ് സഹപ്രവർത്തകരുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതായും ഇവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കവേ VIP സന്ദർശനത്തിന്റെ ഭാഗമായി IB ഉദ്യോഗസ്ഥർക്ക് വിമാനത്താവളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് കൃത്യനിർവഹണത്തിനായി പോകേണ്ടി വന്നെന്നും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിന് വിധേയയായ 24-കാരി വിവാഹത്തിൽ നിന്ന് സുകാന്ത് സുരേഷ് പിന്മാറിയതോടെയാണ് ജീവനൊടുക്കാൻ തീരുമാനിച്ചതെന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. സെക്കൻഡുകളുടെ മാത്രം ദൈർഘ്യമുള്ള യുവതിയുടെ അവസാന ഫോൺ കോളുകൾ ജീവനൊടുക്കാൻ പോകുന്ന വിവരം കാമുകനെ അറിയിക്കുകയെന്ന ഉദ്ദേശത്തോടെ മാത്രമായിരുന്നെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. IB ഉദ്യോഗസ്ഥ മേഘയുടെ ആത്മഹത്യയിൽ ഇപ്പോഴും സുകാന്തിനായി അന്വേഷണം തുടരുകയാണ് പോലീസ് ഇയാൾക്കായി ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കിയിരുന്നു. എന്നാൽ നിലവിൽ സുകാന്തിനെ കേസിൽ പ്രതി ചേർത്തിട്ടില്ല. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഇപ്പോൾ ഡാന്റെ റിപ്പോർട്ടിൽ പറയുന്ന ഈ വിവരങ്ങൾ, ആ പെൺകുട്ടി എന്തിനാണ് 24 വയസ്സ് മാത്രം പ്രായമുള്ള വളരെ ബ്രൈറ്റായ ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിൽ ഇയാളെ പ്രതി ചേർക്കാൻ എന്താണ് താമസം? ഇയാൾ എങ്ങനെ അപ്രത്യക്ഷനായി പോകും? വീട്ടിലേക്ക് പോയതാണ്, മലപ്പുറത്തെ വീട്ടിലേക്ക് പോയ ഒരാൾ അപ്രത്യക്ഷനാവുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാവും? കഴിഞ്ഞ മാർച്ച് 24-ാം തീയതി രാവിലെയാണ് ചാക്കയ്ക്ക് സമീപത്ത് റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ ഈ യുവതിയെ, അതായത് മേഘ മധുവിനെ കണ്ടെത്തുന്നത്. പിന്നീട് അങ്ങോട്ട് വിശദമായ അന്വേഷണം നടക്കുന്നുണ്ടായിരുന്നെങ്കിലും
സുഗാന്ത് സുരേഷിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ എത്തിയത് ഏതാണ്ട് ഒരു 1-2 ദിവസത്തിന് ശേഷമായിട്ടാണ്. അതായത് കുടുംബാംഗങ്ങളുടെ ഭാഗത്ത് നിന്നടക്കം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് സുഗാന്ത് സുരേഷിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതിസമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ സുഗാന്ത് സുരേഷ്. അതുകൊണ്ട് തന്നെയാണ് സിവിൽ സർവീസ് പരീക്ഷ 2 തവണ പ്രിലിംസ് പാസ്സായി പിന്നീട് മെയിൻസിന് പരീക്ഷ എഴുതുകയും പരാജയപ്പെടുകയും വീണ്ടും ആ ശ്രമം തുടരുകയും ചെയ്യുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പോലീസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാർച്ച് 24-ാം തീയതി പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല, ജീവനൊടുക്കുന്ന തരത്തിലേക്ക് ഈ യുവതിയെ കൊണ്ടുചെന്ന് എത്തിച്ചത് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്. അതിനപ്പുറത്ത് ശാരീരികമായി തന്നെ ദുരുപയോഗം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ആശുപത്രിയിൽ സുഹൃത്തുമൊത്ത് ചികിത്സ തേടിയതിനു ശേഷം ഉടനെ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്ന ഒരു മനോഭാവം സുഗാന്ത് സുരേഷിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ് മാനസികമായി മേഘയെ തളർത്തിക്കളഞ്ഞത്. അതായത് ഇനി തനിക്കൊരു നോർമൽ ജീവിതമില്ല എന്നൊരു മാനസിക വ്യഥ ആ മേഘയ്ക്കുണ്ടായി. അത് സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും അടക്കം തൊട്ട് തലേ ദിവസം 23-ാം തീയതി രാത്രി 9:30-ക്കും 11 മണിക്കും ഇടയിൽ പങ്കുവെക്കുകയും എയർപോർട്ട് ലോഞ്ചിൽ വെച്ച് പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തുവെന്നാണ് നമുക്ക് അവിടെ നിന്ന് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം. അതായത് അവിടെ വെച്ച് കുറച്ച് സമയം കൂടി കൺസോൾ ചെയ്യാൻ, അതായത് ഈ മേഘയെ ഒന്ന് ആശ്വസിപ്പിക്കാനുള്ളൊരു സാവകാശം പോലും ആർക്കും ലഭിച്ചില്ല. കാരണം VIP സന്ദർശനത്തിന്റെ ഭാഗമായുള്ള പരിശോധനകൾ എയർപോർട്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത് കൊണ്ട് IB ഉദ്യോഗസ്ഥർക്ക് പല സ്ഥലങ്ങളിലേക്കായി പോകേണ്ടി വന്നു. പക്ഷേ വളരെയധികം മാനസികമായി തകർന്നിരുന്ന മേഘയെ ഒന്ന് കൂടെ ഇരുത്തി ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ വിഷമങ്ങൾ എന്താണ് എന്നൊന്ന് കേൾക്കാനോ പോലും കഴിയാത്തതിന്റെ ഒരു കുറ്റബോധം സഹപ്രവർത്തകർക്കുമുണ്ട്. കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ജീവനെടുക്കാനുള്ള ഈ കടുത്ത തീരുമാനത്തിൽ നിന്ന് മേഘയെ പിന്തിരിപ്പിക്കാൻ കഴിയുമായിരുന്നു എന്നൊരു ഒരു വലിയ പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് സംഭവിച്ചില്ല. ദൗർഭാഗ്യവശാൽ ജീവനെടുക്കുന്ന തരത്തിലേക്കാണ് മേഘ പിന്നീട് തീരുമാനമെടുത്തത്. എന്തായാലും സുഗാന്ത് സുരേഷ് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന തരത്തിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തുന്നത്. ഈ മേഘ മധുവിന് പുറമെ IBയിലെ തന്നെ മറ്റ് 2 വനിതാ ഉദ്യോഗസ്ഥരുമായും പ്രണയബന്ധമുണ്ടായിരുന്നു സുഗാന്തിനെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കൊച്ചിയിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ആരൊക്കെയാണ്, ഇവർക്ക് സുഗാന്തുമായി എത്ര നാളായി ഇങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു, ഈ 3 പേർക്കും പരസ്പരം ഇക്കാര്യങ്ങൾ അറിയത്തില്ലായിരുന്നു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. അവസാന സമയം മേഘ ഇത് തിരിച്ചറിഞ്ഞിരുന്നു എന്നതാണ് പോലീസിന് ഇപ്പോൾ ഉള്ള സംശയം. അതിനാണ് ഫോൺ ഡീറ്റെയിൽസ് വിശദമായി എൻക്രിപ്റ്റ് ചെയ്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ അതിൽ ഒരു വ്യക്തത കൈവരുമെന്നാണ് അവരുടെ നിഗമനം. അതോടൊപ്പം സാമ്പത്തികമായി ഇടപാടുകൾ നടന്നിരുന്നത് മേഘയുമായി മാത്രമായിട്ടാണ് എന്ന് ഈ ട്രാൻസാക്ഷനിലൂടെ ഫണ്ട് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ നിന്ന് പോലീസ് കൃത്യമായി അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റ് 2 പേർ ആരൊക്കെയാണ്, അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ, അങ്ങനെ പരാതികൾ വരാനുള്ള സാധ്യതകളുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. IB ഉദ്യോഗസ്ഥരായതിനാൽ ആഭ്യന്തരമായ അന്വേഷണം അവിടെ നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിൽ പോലീസിന് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനുള്ള സാധ്യത IB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് കുറവാണ് എന്നൊരു സന്ദേഹം കൂടിയുണ്ട്. അതിനൊപ്പം അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വലിയ സമ്മർദ്ദം നേരിടുന്നു. കാരണം ഈ ഇരയായിട്ടുള്ളതും ആരോപണ വിധേയനായിട്ടുള്ളതും ഒരേപോലെ IB ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം നടത്തുന്നതിൽ നിലവിൽ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർക്ക് മാനസിക സമ്മർദ്ദം വലിയ തരത്തിൽ നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനപ്പുറത്തേക്ക് വിശാലമായ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യം അവർ തന്നെ മേലുദ്യോഗസ്ഥരോട് ധരിപ്പിക്കുന്നുണ്ട് എന്ന സൂചനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിടുന്നത്. എന്തിനാണ് മേഘ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങവേ ട്രെയിനിന് മുന്നിലേക്ക് നടന്നു കയറി 24 വയസ്സുള്ള ഒരു പെൺകുട്ടി എന്തിന് ആത്മഹത്യ ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഇതാ പതിയെ തെളിഞ്ഞു വരികയാണ്. നിർണായക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. പക്ഷേ അപ്പോഴും മേഘയുടെ ആൺ സുഹൃത്ത് ഒരു പ്രണയച്ചതിയിൽ അകപ്പെട്ടതിൻ്റെ ദുഃഖത്തിൽ ആത്മഹത്യ ചെയ്ത ആ പെൺകുട്ടി, ആ ചതിക്ക് കാരണക്കാരനായ ആൾ ഇപ്പോഴും കാണാമറയത്താണ്. എവിടെയാണ് സുഗാന്ത് സുരേഷ് എന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ഇയാളുടെ ഫോൺ രേഖകൾ, മറ്റ് ബാങ്ക് ഇടപാടുകൾ, ഇതെല്ലാം പോലീസ് വിശദമായി ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇതുവരെയും പ്രതി ചേർത്തിട്ടില്ലെങ്കിലും സുഗാന്ത് കാണിച്ച ചതിയാണ് മേഘയെ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നതിൻ്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. ആ ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. മറ്റൊരു വാർത്തയിലേക്ക് പോകും മുമ്പ് ചെറിയൊരു അക്ഷരത്തെറ്റുണ്ടായിരുന്നു. അത് കൃത്യമായി സൂര്യകൃഷ്ണ സന്തോഷ് ചൂണ്ടിക്കാണിച്ചു. അത് തിരുത്തിയിട്ടുണ്ട്. താങ്ക് യു. ഇനി നമുക്ക് മറ്റൊരു വാർത്ത കാണാം. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ശ്രീനാഥ് ഭാസിയെയും ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്യും.
താരങ്ങൾക്ക് ലഹരി നൽകിയെന്ന മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് നൽകുക. ലഹരി കേസ് കൂടാതെ തസ്ലിമയുടെ സെക്സ് റാക്കറ്റുമായുള്ള ബന്ധം സംബന്ധിച്ച വിവരങ്ങളും എക്സൈസ് പോലീസിന് കൈമാറും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി സ്നേഹജൻ. ശരണ്യ, ഇന്നലെ നമ്മൾ ഈ കേസ് മിനിയാന്ന് ഏറെ വൈകി ഇങ്ങനെ ഒരു വലിയ ലഹരി വേട്ട നടക്കുന്നു എന്നതിന്റെ വിവരങ്ങൾ ഫോളോ ചെയ്തു തുടങ്ങുമ്പോൾ അത് ഏതറ്റത്തേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ശരണ്യക്കോ നമുക്കോ വലിയ ധാരണയില്ലായിരുന്നു. പക്ഷേ അത് മുന്നോട്ട് പോകും തോറും അതൊരു വലിയ റാക്കറ്റ്, അതൊരു ലഹരി റാക്കറ്റ് മാത്രമല്ല, ഒരു സെക്സ് റാക്കറ്റിന്റെ കൂടി വിവരങ്ങളാണോ പുറത്തു വരുന്നത്? ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ ഇവരുമായുള്ള ബന്ധത്തിന്, ഇവരുമായുള്ള കച്ചവട ബന്ധങ്ങൾക്കുള്ള എന്ത് തെളിവുകളാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുള്ളത്? ശ്രീജ, തീർച്ചയായും ഈ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ആലപ്പുഴ ഓമനപ്പുഴ എന്ന സ്ഥലത്താണ് ഹൈബ്രിഡ് കഞ്ചാവുമായി ഈ എറണാകുളത്ത് നിന്നെത്തിയ തസ്ലീമ സുൽത്താന എന്ന യുവതി പിടിയിലാകുന്നത്. ഇവരോടൊപ്പം ഫിറോസ് എന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും ഉണ്ടായിരുന്നു. നമ്മൾ ഈ വാർത്ത ഫോളോ ചെയ്ത് തുടങ്ങുമ്പോൾ, അതായത് കഴിഞ്ഞ പുലർച്ചയോടുകൂടിയാണ്, ഈ 1 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവ വികാസങ്ങളുടെ മുഴുവൻ ദൃശ്യങ്ങളടക്കം ന്യൂസ് 18 ലഭിക്കുന്ന. ആദ്യഘട്ടം മുതൽ തന്നെ വളരെയധികം ക്യൂരിയോസിറ്റി ഉള്ള ഒരു കേസായിരുന്നു ഇത്. കാരണം 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവുമായി തസ്ലീമ ഇവിടേക്ക് എത്തണമെങ്കിൽ സ്വാഭാവികമായും അതിനൊരു ഫണ്ട് ബേസ് ഇവർക്കുണ്ട് എന്നുള്ളതാണ് ബാക്ക്ഗ്രൗണ്ടിൽ. എന്നാൽ പ്രത്യക്ഷത്തിൽ ഇവരെ പരിശോധിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇവരെ ചോദ്യം ചെയ്യുമ്പോഴോ അത്തരത്തിലൊരു പണമിടപാട് അത്ര കണ്ടൊരു ഫണ്ടുള്ള ഒരാളായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അതോടൊപ്പം തന്നെ ഇവർ കൃത്യമായി ആദ്യഘട്ടത്തിൽ തന്നെ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ തന്നെ സിനിമാ ബന്ധങ്ങൾ ഇവർക്കുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി അവർ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ടായിരുന്നു. നമ്മളുടെ സാന്നിധ്യത്തിൽ പോലും, അതായത് ഈ പുലർച്ചെ ഇവരെ എക്സൈസുമായി ഓമനപ്പുഴയിലെ ഹോം സ്റ്റേയിൽ നിന്ന് പിടിക്കുന്ന ഘട്ടത്തിൽ പോലും ഇവർ വളരെ കൂളായാണ് കാര്യങ്ങൾ എക്സൈസിനോട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. തനിക്ക് ഇതിനു മുൻപ് ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്, സിനിമയുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നവർ എക്സൈസിനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു, എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ 2 കോടി രൂപയുടെ സാധനമാണ്, ഈ ഹൈബ്രിഡ് കഞ്ചാവാണ് ഇവർ കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇവരുടെ ഓരോ തുറന്നു പറച്ചിലും എക്സൈസിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ ഇവരെ ചോദ്യം ചെയ്ത ഘട്ടത്തിലൊക്കെയും നമ്മളുടെ സാന്നിധ്യം, നമ്മളവിടെ ആ വാർത്ത എടുക്കാനായി നിൽക്കുന്ന സമയത്ത് പോലും അവർ നമ്മളുടെ കൂടെ സാന്നിധ്യത്തിലാണ് ഇക്കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കൊണ്ടേയിരുന്നത്. അത് പിന്നീട് ഒരു പടി കൂടി കടന്ന് കൃത്യമായി താരങ്ങളുടെ പേരുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതായത് ഷൈൻ ടോം ചാക്കോ, ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസി, ഇവരുമായി ആദ്യം അവർ പറഞ്ഞത് ഇവരുമായി താൻ ഒരുമിച്ചിരുന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ആദ്യം എക്സൈസിന് നൽകിയ മൊഴി. അതായത് പല സമയങ്ങളിൽ ഇവരുമായി താൻ ഒരുമിച്ചിരുന്ന്, തങ്ങളുടെ സംഘം ഒരുമിച്ചിരുന്ന് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അവർ എക്സൈസിന് മൊഴി നൽകി. തുടർന്ന് എക്സൈസ് ഇവരുടെ ഫോൺ സീസ് ചെയ്തിരുന്നു. ആ ഫോണിലെ രേഖകൾ പരിശോധിച്ചപ്പോൾ ചാറ്റ് ഹിസ്റ്ററി ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നത്. എക്സൈസിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായ വിനോദ് കുമാറാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഈ 2 നടന്മാരുമായിട്ടുള്ള ചാറ്റ് ഹിസ്റ്ററി ഉണ്ട്. ഒപ്പം തന്നെ ഈ ട്രാൻസാക്ഷൻ രേഖകൾ, ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടവരുമായുള്ള ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ, പണമിടപാട് രേഖകൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് അവർ വ്യക്തമാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ച ഘട്ടത്തിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർ എറണാകുളത്തേക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഇവർ എറണാകുളത്ത് ഇത് കൊടുത്തിട്ടാണ് ആലപ്പുഴയിലേക്ക് വന്നത്, കോഴിക്കോട് നൽകിയിരുന്നു എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ അവിടെ നിന്ന് അന്ന് രാത്രി തന്നെ ഇവരെ പിടിക്കുന്ന അന്ന് രാത്രി തന്നെ ഈ ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു പടി കൂടി കടന്ന് ഇവരുടെ വ്യക്തമായ പേരുകളിലേക്ക് എക്സൈസ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പറയാനുള്ളത്, ഇവർക്ക് ശ്രീനാഥ് ഭാസിയെയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയെയും എക്സൈസ് ചോദ്യം ചെയ്യും. അതിനുവേണ്ടിയുള്ള നോട്ടീസ് ഉടൻ എക്സൈസ് കൈമാറും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ കേസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ ക്രിസ്റ്റീന എന്ന് വിളിക്കുന്ന തസ്ലീമ സുൽത്താന എന്ന സ്ത്രീക്ക് ഇവർക്ക് ഒരു എറണാകുളം കേന്ദ്രീകരിച്ച് ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. ക്രിസ്റ്റീന റെസിഡൻസി എന്നുള്ളതായിരുന്നു അതിന്റെ പേര്. അവിടെ വെച്ച് സിനിമ വാഗ്ദാനം ചെയ്ത് എത്തിയ ഒരു പെൺകുട്ടി
പെൺകുട്ടിക്ക് ഫോട്ടോഷൂട്ടിന് എന്ന് പറഞ്ഞെത്തിയ പെൺകുട്ടിയെ മയക്കുമരുന്ന് നൽകി ബോധരഹിതയാക്കിയ ശേഷം പീഡിപ്പിച്ച കേസ് ഇവർക്കുണ്ട്. ഇവർ ആ കേസിൽ 4ാം പ്രതിയാണ്. അത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി കൃത്യമായി ബന്ധമുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്നുള്ളതാണ്. പല സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്ന സെക്സ് റാക്കറ്റുമായി കൃത്യമായി ഇവർക്ക് ബന്ധമുണ്ട്. ആലപ്പുഴയിൽ എത്തിയതിനകത്തും ലഹരിയും ഒപ്പം തന്നെ ഇത്തരത്തിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് അവർ ആലപ്പുഴയിൽ എത്തിയത് എന്നുള്ളതും സ്ഥിരീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ലഹരി, അതായത് സിനിമാ മോഹവുമൊക്കെയായി എത്തുന്ന പെൺകുട്ടികളെ ഈ ലഹരി നൽകി അടിമയാക്കിയ ശേഷം അല്ലെങ്കിൽ ബോധരഹിതയാക്കിയ ശേഷം ആണ് ഇവര് ഇത്തരത്തിൽ ഒരു സെക്സ് റാക്കറ്റിന് അവരെ എത്തിച്ചു നൽകുക. ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവരുടെ പ്രധാന ടാർഗറ്റ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തുടക്കത്തിൽ തന്നെ അവർ തുറന്നു പറയുകയും ചെയ്തിരുന്നു, തനിക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം പറയുകയും ചെയ്തു. അത്തരം സ്ഥിരീകരണങ്ങളൊക്കെ കുറെ കൂടി കടന്ന് അത് വ്യക്തതയിലേക്ക് എക്സൈസ് എത്തുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇനി പോലീസിന് കൈമാറണം. കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായി അത് പോലീസിന് ഈ വിശദാംശങ്ങൾ കൈമാറേണ്ടതുണ്ട്. മണ്ണഞ്ചേരി പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഓമനപ്പുഴയിൽ വെച്ചുള്ള പരിശോധന ഉൾപ്പെടെ നടന്നത്. അത്തരം കാര്യങ്ങളും അത്തരം വിവരങ്ങളും ഒക്കെ എന്തായാലും എക്സൈസ് പോലീസിന് കൂടി കൈമാറും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ ഇന്നലെ തസ്ലീമയെ ഇന്നലെ റിമാൻഡ് ചെയ്തു. മൊഴിപ്പകർപ്പിൽ കൃത്യമായി ഈ നടന്മാരുടെ പേര് അവർ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുമിച്ച് പോയി ഇരുന്നതും ഉപയോഗിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അന്വേഷണ സംഘം ഇനി കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രം അത്തരമൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയും. പക്ഷേ അവർ ബേസിക്കായി അവരെ ചോദ്യം ചെയ്യാൻ നമുക്കറിയാം. ഇവർ എല്ലാവരും രണ്ടുപേരും ചലച്ചിത്ര നടന്മാരാണ്, സമൂഹത്തിൽ മറ്റൊരു സ്റ്റാറ്റസ് ഉള്ള ആൾക്കാരാണ്. പക്ഷേ ഇവർ രണ്ടുപേരെയും ചോദ്യം ചെയ്യാനും മാത്രമുള്ള പ്രാഥമികമായ ബന്ധം അത് സ്ഥിരീകരിച്ചെടുക്കാനായി എക്സൈസിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രീജ. ഇനി അടുത്തതറിയേണ്ടത് ശരണ്യ, അങ്ങനെ ഒരു സൗഹൃദത്തിനപ്പുറത്ത് ഒരുമിച്ച് ഉപയോഗിച്ചു എന്നതിനപ്പുറത്ത് ഇത് ഒരു റാക്കറ്റായി മലയാള സിനിമയിലേക്ക് കഞ്ചാവ് വിതരണം ചെയ്യുന്ന തരത്തിൽ എറണാകുളത്ത് ഇവർ കഞ്ചാവ് വിതരണം ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങളൊക്കെ ഇന്നലെ വന്നല്ലോ. അങ്ങനെ ഒരു റാക്കറ്റിന്റെ കണ്ണിയാണോ തസ്ലീമ, അതോ സ്വന്തം നിലയ്ക്കുള്ള അവരുടെ ഇടപാടുകളാണോ? എന്താണ് എക്സൈസ് എത്തുന്ന നിഗമനം? ഈ തസ്ലീം ഒരു റാക്കറ്റിന്റെ ഭാഗം തന്നെയാണ്. കാരണം ഇവര് കണ്ണൂർ സ്വദേശിനിയാണെങ്കിലും ചെന്നൈയിലാണ് താമസം. ചെന്നൈയും എറണാകുളവും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തന മേഖല. രണ്ടും ഇപ്പോൾ നമുക്കറിയാം. ചെന്നൈ പണ്ട് മുതൽ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട വളരെയധികം ബന്ധമുള്ള ഒരു ഇടമാണ്. ചെന്നൈയിൽ നിന്ന് ഇവർ ചെന്നൈയിലേക്ക് താമസം മാറി. ഇപ്പോഴും ഇവരുടെ കുടുംബം, അതായത് മക്കളും ഭർത്താവും ഒക്കെ ചെന്നൈയിലാണ് ഉള്ളത്. പക്ഷെ ഇവര് എറണാകുളം കേന്ദ്രീകരിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ചെന്നൈയും എറണാകുളവും അടക്കമുള്ള സിനിമാ മേഖലകൾ, പ്രധാന മേഖലകളിലൊക്കെ തന്നെ ഇവർക്ക് കൃത്യമായ ബന്ധമുണ്ട്. ഒപ്പം ഇവർക്ക് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചത് വിദേശത്ത് നിന്നാണ്. അല്ലാതെ ഇവിടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഉൽപാദനമില്ല. ഈ ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉൽപാദനം വിദേശത്ത് ബാങ്കോക്ക്, ഒപ്പം തന്നെ തായ്ലാന്റ്, മലേഷ്യ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നാണ്, വിദേശ രാജ്യങ്ങൾ, മലേഷ്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ഇവിടേക്ക് വരുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു കൃഷി രീതി ഇല്ല എന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇവരെ കൈപ്പറ്റിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നു. തീർച്ചയായും എക്സൈസിന്റെ ഒരു അനുമാനം എയർപോർട്ട് മുഖാന്തരം എത്തിയതാണ് എന്നുള്ളതാണ്. പിന്നീടാണ് കൊച്ചിയിലേക്ക് ഇവർ കളക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ റാക്കറ്റ്, വിദേശത്തുൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു റാക്കറ്റിന്റെ ഭാഗമാണ് തസ്ലീമ എന്നുള്ള കാര്യത്തിനകത്ത് ഒരു തർക്കവുമില്ല. മാത്രമല്ല ഇവര് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ പലയിടങ്ങളിലും കൃത്യമായ ബന്ധങ്ങളുണ്ട്. 5 ഭാഷകൾ വളരെ വൃത്തിയായി കൈകാര്യം ചെയ്യും. എഴുതാനും വായിക്കാനും ഒക്കെ കഴിയുന്ന ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. അവർക്ക് ആ രീതിയിൽ അവരെ ചോദ്യം ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ഞാൻ നിൽപ്പുണ്ട്. യാതൊരു ഭാവഭേദവും ഇല്ലാത്ത ഒരു സ്ത്രീ എന്ന് തന്നെ പറയാം. കാരണം അവർ ഓരോ കാര്യങ്ങളും ഓപ്പണായി പറയുമ്പോൾ അത്രയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ അത് വിശദീകരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളോട് പോലും, ഈവൻ മാധ്യമപ്രവർത്തകരെ പോലും അഭിമുഖീകരിക്കുന്നതിന് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇവർ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും, ഞാൻ സിനിമയിലെ സ്ക്രിപ്റ്റ് റൈറ്റിംഗും സ്ക്രിപ്റ്റ് ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയിൽ അവരുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ഉൾപ്പെടെയാണ് അവിടെ നിന്ന് കാണിച്ചതെന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ സിനിമാ ബന്ധങ്ങളുള്ള, എറണാകുളം ബേസ്ഡായി വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇവർ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല. അത്തരം ആ ഒരു കാര്യത്തിനകത്ത് ഇവരൊരു റാക്കറ്റായി, അത് ലഹരി മാത്രമല്ല
അവിടെ സെക്സ് റാക്കറ്റ് കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ്. ആലപ്പുഴയുടെ ടൂറിസം മേഖലയെ കേന്ദ്രീകരിച്ച് അവർ എത്തിയതും അതിന് തന്നെയാണ്. ഈ ഓമനപ്പുഴയിൽ ഇവരെ പിടിക്കപ്പെട്ട മാരാരി ഗാർഡൻസ് എന്ന സ്ഥാപനത്തിൽ അതിനു മുൻപും ഇത്തരം അനാശാസ്യ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില റെയ്ഡുകൾ നടന്നിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് എക്സൈസിന് ഈ ഇൻഫർമേഷൻ കിട്ടുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആലപ്പുഴയുടെ ലക്ഷ്യവും ഇതായിരുന്നു. പിന്നെ ഈ 10,000 രൂപ, ഒരു ഗ്രാമിന് 10,000 രൂപയ്ക്ക് മേൽ വിലയുള്ള ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട ലഹരി വസ്തു ഉപയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായും അത് സാധാരണ ആളുകളല്ല എന്നുള്ളത് വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ഈ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയാണ് ആലപ്പുഴയിൽ ഓമനപ്പുഴയിലുള്ള ഹോം സ്റ്റേയിൽ നിന്ന് ഈ തസ്ലീമ എന്ന് പറയുന്ന സ്ത്രീയെ ലഹരി മരുന്ന് കച്ചവടത്തിനായി എത്തിയ, ലഹരി മരുന്ന് ഇടപാടിനായി എത്തിയ ഈ സ്ത്രീയെ കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ തുടർന്ന് വരുന്ന വിവരങ്ങളെല്ലാം വളരെ വളരെ ഞെട്ടിക്കുന്നതാണ്. മലയാള സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട യുവതാരങ്ങളുമായി ലഹരി ഇടപാടുകൾ ഉണ്ട് എന്ന് അവർ മൊഴി നൽകി. അത് തെളിയിക്കുന്ന ചാറ്റുകൾ എക്സൈസിന് ലഭിച്ചു. എന്തായാലും എക്സൈസ് ഈ വിവരങ്ങളെല്ലാം പോലീസിന് കൈമാറാനിരിക്കുകയാണ്. ഇവരെ ചോദ്യം ചെയ്യാനായി എക്സൈസ് നോട്ടീസ് നൽകും എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നു. ലഹരി റാക്കറ്റ് മാത്രമല്ല, സെക്സ് റാക്കറ്റുമായും ഇവർക്ക് ബന്ധങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി കൂടിയാണ് അവരുടെ കേരളത്തിലെ യാത്രകൾ ആലപ്പുഴയിലേക്ക് എത്തിയതും ഇതിൻ്റെയൊക്കെ ഭാഗമായാണ് എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വിവരങ്ങളാണ് ശരണ്യ സ്നേഹജൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക്. ഭാവി ഇപ്പോൾ ഇന്ന് ഈ 2 പ്രതികളെയും നമ്മൾ ആലപ്പുഴ മജിസ്ട്രേറ്റ് കോടതി മുമ്പായി ഹാജരാക്കും. സാധാരണഗതിയിൽ പ്രതികളെ റിമാൻഡ് ചെയ്യാനുള്ള 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതിന് ശേഷം കേസ് അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തി പ്രതിയെ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്തതിന് ശേഷം ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റ് പ്രതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. സിനിമാ മേഖലയിൽ 1-2 പേരുടെ പേര് ഇവരുടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള എന്ത് തെളിവാണുള്ളതെന്ന് നമുക്ക് സയന്റിഫിക് എവിഡൻസും കൂടി വേണം. അത് കിട്ടിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ അവരെ നമ്മൾ നോട്ടീസ് അയച്ചു വരുത്തി അവരെ ചോദ്യം ചെയ്യും. നിലവിൽ ശാസ്ത്രീയ തെളിവില്ല. നമ്മുടെ ഈ പ്രാഥമിക അന്വേഷണത്തിനും ചോദ്യം ചെയ്യലിലുള്ള തെളിവ് മാത്രമേ ഉള്ളൂ. ശാസ്ത്രീയ തെളിവുകൾ കിട്ടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ഫോണും മറ്റ് CDR ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു ശാസ്ത്രീയ തെളിവ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. നാർക്കോട്ടിക്സ് ആണ് എക്സൈസിന്റെ അന്വേഷണ പരിധി വരുന്നെങ്കിൽ കൂടി ഈ സെക്സ് റാക്കറ്റുമായിട്ട് സ്ത്രീക്ക് എന്തെങ്കിലും ബന്ധമുള്ളതായിട്ട് പറ്റിയുള്ളതായുള്ള നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബന്ധമുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ഇനി എന്തായാലും AEC ആണ് അന്വേഷിക്കുന്നത്. അന്വേഷണ മധ്യേ അത്തരത്തിലെന്തെങ്കിലും തെളിവ് കിട്ടുകയാണെങ്കിൽ അത് റിപ്പോർട്ട് പോലീസിലോട്ട് കൊടുക്കുന്നു. ഇവർ സിനിമാ മേഖലയിൽ ട്രാൻസ്ലേറ്റർ ആയിരുന്നു, സിനിമ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ സിനിമാ മേഖലയായിട്ട് വർഷങ്ങളായിട്ട് ബന്ധമുണ്ട്. സിനിമയിലുള്ള ആൾ സിനിമാ മേഖലയായിട്ട് 8 വർഷത്തെ ബന്ധമുണ്ട്. ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. നമുക്കതിന് തെളിവൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ സിനിമാ ഫീൽഡിലെ ആൾക്കാരുമായിട്ടും ഒക്കെ ബന്ധമുണ്ട്. ചെന്നൈ ബേസ് ചെയ്താണ് നിൽക്കുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള വർക്ക് ചെന്നൈ ബേസ് ചെയ്തുള്ളതാണ്. സ്ക്രിപ്റ്റുകൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ജോലിയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് ഇപ്പം നിലവിൽ പറഞ്ഞിട്ടുള്ളത്. ഇവർ ഓൺലൈൻ വഴിയാണല്ലോ ഇന്ന സ്ഥലത്ത് ഇത് കൊണ്ടിടും, ലൊക്കേഷൻ അയച്ചു കൊടുക്കുന്നതാണല്ലോ. ഇവർക്ക് എന്തെങ്കിലും കോഡോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇല്ല, അതിനെക്കുറിച്ചൊക്കെ വിശദമായ നമുക്ക് അന്വേഷണം നടത്തേണ്ടിയിട്ടുണ്ട്. അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമേ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ആധികാരികമായി പറയാൻ കഴിയും. ശരി. എക്സൈസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുകയായിരുന്നു. എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വിനോദ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മധുരയിൽ ചെങ്കൊടി.
CPM മധുര പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലും രാഷ്ട്രീയ പ്രമേയത്തിന്മേലുമുള്ള ചർച്ച ഇന്ന് തുടങ്ങും. നാളെ ഉച്ചവരെ നടക്കുന്ന ചർച്ചയ്ക്ക് പ്രകാശ് കാരാട്ട് മറുപടി പറയും. ചർച്ചയിൽ വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചാവും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടും രാഷ്ട്രീയ പ്രമേയവും പാർട്ടി കോൺഗ്രസ് അംഗീകരിക്കുക. നാളെ വൈകിട്ട് BV രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. വിവരങ്ങളുമായി VV അരുൺ, ഇന്ന് മധുരയിൽ അവിടെ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വേദിയിലേക്ക്, പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ എത്തുന്നുണ്ട്. പിണറായി വിജയനൊപ്പം അദ്ദേഹം ഒരു സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ്. ഇന്ന് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് നടക്കാനുള്ളത്, അതെപ്പോഴൊക്കെയാണ്? രാവിലെ 10 മണിക്ക് സമ്മേളന നടപടികൾ ആരംഭിക്കും. ഏറ്റവും പ്രധാനം ഇന്നലെ പ്രകാശ് കാരാട്ട്, പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച രാഷ്ട്രീയ പ്രമേയത്തിലും അതുപോലെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിലുമേലുള്ള ചർച്ചയാണ്. നാളെ ഉച്ചവരെയാണ് ഈ ചർച്ചയ്ക്ക് CPM സമയം മാറ്റിവെച്ചിട്ടുള്ളത്. അതിനുശേഷം ആ ചർച്ചകൾക്ക് പ്രകാശ് കാരാട്ട് തന്നെ മറുപടി പറയും. ഇതുമായി ബന്ധപ്പെട്ട ചില ഭേദഗതി നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമായി ഉയർന്നു വരും. അതുകൂടി ഉൾക്കൊണ്ടാകും CPMന്റെ പാർട്ടി കോൺഗ്രസിലേക്ക് രാഷ്ട്രീയ പ്രമേയം അന്തിമമാക്കുക. ആ രാഷ്ട്രീയ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാകും അടുത്ത 3 വർഷം CPMന്റെ മറ്റ് മുന്നണി ബന്ധങ്ങളടക്കം അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ ബന്ധങ്ങളടക്കമുള്ള തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ CPM നയങ്ങൾ സ്വീകരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ സംഘടനാ റിപ്പോർട്ടിന് അപ്പുറത്തേക്ക് എല്ലാ പാർട്ടി കോൺഗ്രസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനാ നടപടി രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യലും, കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യലും അത് രാഷ്ട്രീയ പ്രമേയം അംഗീകരിക്കലുമാണ്. അതാകും 3 വർഷത്തേക്ക് CPM എങ്ങനെ പ്രവർത്തിക്കണം, ഈ മുന്നണി ബന്ധങ്ങളിലടക്കം എങ്ങനെ മുന്നോട്ട് പോകണം, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എങ്ങനെ ആരൊക്കെ സഖ്യമുണ്ടാകണം, പാർട്ടി ഇത്തരത്തിൽ ഓരോ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളിൽ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ തീരുമാനമുണ്ടാകുക. അതാണ് ഇന്ന് നടക്കുന്ന ചർച്ച. കേരളത്തിൽ നിന്ന് 6 പേര് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. 46 മിനിറ്റാണ് കേരളത്തിൽ ചർച്ചയ്ക്ക് സമയം മാറ്റിവെച്ചിട്ടുള്ളത്. രാഷ്ട്രീയ പ്രമേയത്തിലും രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്ക്. ഏതായാലും ഇന്ന് നടക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട നടപടിക്രമം അതാണ്. മറ്റൊന്ന്, ശ്രീജ തുടക്കത്തിൽ ചോദിച്ചതുപോലെ തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇന്ന് CPMന്റെ ഈ സമ്മേളന വേദിയിലെത്തുന്നത്. ഫെഡറലിസം ഇന്ത്യയുടെ ശക്തി എന്ന സെമിനാറിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ച് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കണ്ണൂർ പാർട്ടി കോൺഗ്രസിലും MK സ്റ്റാലിൻ പങ്കെടുത്തിരുന്നു. അന്നും മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം വേദി പങ്കിട്ട് ഈ പാർട്ടി കോൺഗ്രസിന്റെ അഭിവാദ്യം അർപ്പിക്കലടക്കം ഉണ്ടായിരുന്നു. കർണാടക മന്ത്രിയും ഇന്നത്തെ ഈ പാർട്ടി കോൺഗ്രസിന്റെ വേദിയിലെത്തുന്നുണ്ട്. നമുക്കറിയാം, കേന്ദ്രത്തിനെതിരായ പല നീക്കങ്ങളിലും കേരളവും തമിഴ്നാടും കർണാടകവും സംയുക്തമായി നീങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ UGC ഭേദഗതിക്കെതിരെ സംഘടിപ്പിച്ച സെമിനാറിലടക്കം 3 സംസ്ഥാനങ്ങളുടെയും പ്രാതിനിധ്യമുണ്ടായിരുന്നു. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നീക്കങ്ങൾക്ക് BJP ഇതര സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് നീങ്ങുന്നു. അവിടെ അത്തരമൊരു കൂട്ടായ്മയായി കൂടി ഇന്നത്തെ ഈ സെമിനാർ വേദിയും മാറുമെന്ന ഉറപ്പാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത് സംഘടനാ റിപ്പോർട്ടാണ്. സംഘടനാ റിപ്പോർട്ട് നാളെയാണ് പാർട്ടി കോൺഗ്രസ്, നാളെ 7 മണി മുതൽ 8:30 വരെയാണ് അതിനുള്ള സമയം. രാത്രി 7 മുതൽ 8:30 വരെയാണ് സംഘടനാ പ്രമേയം അവതരിപ്പിക്കാനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത്. BV രാഘവലു ആണ് സംഘടനാ പ്രമേയം അവതരിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ, അഭ്യൂഹങ്ങൾ സജീവമാണ്. പക്ഷേ MA-ബേബിയുടെ പേര് ഇപ്പോഴും സജീവമായി തന്നെ CPI കേന്ദ്രങ്ങൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. MA-ബേബി EMSന്റെ പിൻഗാമിയായി CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന ചർച്ചകൾ ഇപ്പോഴും സജീവമായി തന്നെ CPM-ൽ ഉണ്ട്. പാർട്ടി കോൺഗ്രസ് വേദികളിലും അതുണ്ട്. കേരള നേതൃത്വത്തിന്റെ വലിയ പിന്തുണ ബേബിക്കുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ബംഗാൾ ലോബിയും അതുപോലെ തന്നെ ബംഗാൾ ഘടകവുമൊക്കെ ഉത്തരേന്ത്യൻ ഘടകവുമൊക്കെ ബേബിക്ക് എതിരെ രംഗത്ത് വരാനും സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ആരാകും ഒരു തർക്കത്തിലേക്കൊക്കെ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് പോകുമോ എന്ന കാര്യത്തിലൊക്കെ വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങൾ മറുപടി പറയും. ഇപ്പോൾ ഈ സംഘടനാ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. പാർട്ടിയുടെ അംഗത്വത്തിൽ കുറവുണ്ടാകുന്നുവെന്ന് CPM സ്വയം വിമർശനപരമായി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ചില സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ് കൊഴിഞ്ഞുപോക്ക്. കേരളത്തിൽ കൊഴിഞ്ഞുപോക്ക് കാൻഡിഡേറ്റ് മെമ്പർമാരിലാണ്, പൂർണ്ണസമയ മെമ്പർമാരിലല്ല. പക്ഷേ അതിനു മുമ്പുള്ള കാൻഡിഡേറ്റ് മെമ്പർമാരിൽ 22.8% കൊഴിഞ്ഞുപോക്കുണ്ടായെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അത് തെലങ്കാന മാത്രമാണ് അതിൽ കൂടുതൽ കൊഴിഞ്ഞുപോക്കുള്ള മറ്റൊരു സംസ്ഥാനം. പൂർണ്ണാംഗങ്ങളിലും കൊഴിഞ്ഞുപോക്കുണ്ട്. 7 സംസ്ഥാനങ്ങളിൽ കൊഴിഞ്ഞുപോക്കിന്റെ നിരക്ക് 6%. തമിഴ്നാട്ടിൽ ഇത് 10%, ഉയർന്ന നിരക്കിലാണെന്നും ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഈ പ്രായപരിധിയുടെ പേരിൽ CPM കാലാകാലങ്ങളിൽ ആളുകളെ ഒഴിവാക്കാറുണ്ട്. ഇത്തവണ 75 വയസ്സാണ് പ്രായപരിധി. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് ആണ് 75 വയസ്സെന്ന പ്രായപരിധി നിബന്ധന കൊണ്ടുവന്നത്.
അങ്ങനെ കൊഴിഞ്ഞു പോകുന്നവരെ അവഗണിക്കരുത്. ദീർഘകാലം പാർട്ടിക്ക് വലിയ സേവനം നൽകിയ നേതാക്കളാണ്, അവരെ അവഗണിക്കരുത് എന്നൊരു നിർദ്ദേശം ഈ സംഘടനാ റിപ്പോർട്ടിന്റെ ഭാഗമായി CPM ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒഴിവാകുന്നവർക്ക് പാർട്ടി ഘടകമോ കർമ്മമേഖലയോ നിശ്ചയിച്ച് നൽകാത്ത അനുഭവങ്ങളുണ്ട്, തിരുത്തണം. അതേസമയം തന്നെ ക്ഷണിതാക്കൾ, പാർട്ടി കമ്മിറ്റികളിൽ ക്ഷണിതാക്കൾ അധികമാകരുത്. സംസ്ഥാന സമിതികളിലെ പ്രത്യേക ക്ഷണിതാക്കളുടെ എണ്ണം കൂടുതലെന്നാണ് സംഘടനാ റിപ്പോർട്ട് നിർദ്ദേശിക്കുന്നത്. ചില സംസ്ഥാന സമിതികളിൽ അനുവദനീയമായതിലും കൂടുതൽ ക്ഷണിതാക്കളുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശം അത് കൃത്യമായി തന്നെ സംസ്ഥാനങ്ങൾ പാലിക്കണം എന്നും ഈ സംഘടനാ റിപ്പോർട്ടിൽ CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ശ്രീജ. VV അരുണാണ് വിവരങ്ങൾ നൽകിയത് മധുരയിൽ നിന്ന്. മധുരയിൽ CPM പാർട്ടി കോൺഗ്രസ് അതിൻ്റെ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ന് സംഘടനാ റിപ്പോർട്ടാണ് പ്രധാനമായും ചർച്ചയാവുന്നത്. ഒപ്പം സ്റ്റാലിൻ്റെ സാന്നിധ്യവും ഇന്നേറെ ശ്രദ്ധയോടെ ഏവരും ഉറ്റുനോക്കുന്നു. മറ്റു വാർത്തകളിലേക്ക് നമുക്ക് പോകാം, ഇടവേളയ്ക്ക് ശേഷം. വഖഫ് ബിൽ രാജ്യസഭയിൽ കൂടി പാസ്സാവുന്നതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മുനമ്പം തീരദേശവാസികൾ. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, ഇന്നലെ പാർലമെന്റിലടക്കം ലോക്സഭയിലടക്കം ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ മുനമ്പത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞാണ് കിരൺ റിജിജു അടക്കം സംസാരിക്കുന്നത്. മുനമ്പത്തെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇതുവരെയും പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവർ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, അവരുടെ പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് ഈ വഖഫ് ബിൽ എന്നതൊക്കെ പാർലമെന്റിൽ അദ്ദേഹം ലോക്സഭയിൽ പറയുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷയറ്റ് ഇത്രയേറെ നാളുകളായി സമരത്തിലിരിക്കുന്ന ഈ മുനമ്പം വാസികൾക്ക് ഈ പാർലമെന്റിലെ പരാമർശമൊക്കെ എത്രത്തോളം ആശ്വാസമാവുന്നുണ്ട്? ഇന്നിപ്പോൾ രാജ്യസഭ കൂടി കടന്നാൽ അവരുടെ ഒരു പ്രതീക്ഷ എന്തൊക്കെയാണ്? ശ്രീജ, വലിയ പ്രതീക്ഷയിലാണ് അവർ. ഇന്നലെ ബില്ല് പാസ്സായതോടുകൂടി ഇന്നലെ വൈകുന്നേരം വലിയ ആഘോഷം, ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വലിയ ആഘോഷമുണ്ടായിരുന്നു. ഇന്നുമൊക്കെ വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ് അവർ. ഇന്ന് 173 ദിവസത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ഇനി മുന്നോട്ടുള്ള ഈ സമരത്തിലും അല്ലെങ്കിൽ ഇവരുടെ വിജയം കൈവരിക്കുന്നത് വരെയുള്ള ഒരു പ്രചോദനമായി തന്നെ ഇന്നലെ നടന്ന ഈ ബില്ല് പാസ്സാക്കലിനെ ഇവർ കണക്കാക്കുന്നുണ്ട്. നമുക്ക് ഞാനിപ്പോൾ മുനമ്പത്ത് തന്നെയാണുള്ളത്, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഫാദർ, വലിയ സന്തോഷത്തിലാണ് നിങ്ങൾ. ചെറിയൊരു പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ബില്ല് പാസ്സായത്. ഇന്നലെ നിങ്ങളുടെ മുനമ്പൻ നിവാസികളുടെ പ്രശ്നങ്ങൾ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് തോന്നുന്നു ഈ സമയത്ത്? ഒത്തിരിയേറെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 2024 ആദ്യമായിട്ട് ഈ ബില്ല് പാർലമെന്റിൽ വരികയും അതിനുശേഷം കഴിഞ്ഞ നവംബറിലോ ഡിസംബറിലോ പാസ്സാകുമെന്ന് ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്നപ്പോഴാണ് അതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരുന്നത്. അവസാനമായിട്ട് ഏപ്രിൽ 2-ാം തീയതി ഇത് പാസ്സായപ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ഞങ്ങൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ നൽകുകയാണ്. നമുക്കറിയാവുന്ന പോലെ 173 ദിവസങ്ങളാണ് നിരാഹാര സമരം ആരംഭിച്ച്. അപ്പോൾ ഇതിന് ആദ്യമായിട്ടുള്ള ഒരു വലിയ പ്രത്യാശ നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. രാജ്യസഭയിലും കൂടി പാസ്സായി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു രീതിയിലേക്ക് തന്നെയല്ലേ വരിക? തീർച്ചയായിട്ടും ഇത് പാസ്സായി കഴിഞ്ഞെങ്കിൽ ഞങ്ങളത് ഇത് ഒത്തിരിയേറെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ നിയമപരമായിട്ട് ഞങ്ങൾ പോവുകയും ഇത് ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കും. ഒപ്പം ഇതിന്റെ കേരളത്തിൽ നിന്നുള്ള MP-മാര് അവിടെ ബില്ലിനെ എതിർക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ വന്ന് നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചവർ അവിടെ പോയിട്ട് നിങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമുക്ക് എല്ലാ സപ്പോർട്ട് ലഭിക്കാൻ വേണ്ടിയാണ് കേരള കത്തോലിക്ക സഭ ഒരുമിച്ച് നിന്നത്. അതുകൊണ്ട് തന്നെയാണ് KCBCയും അതോടൊപ്പം തന്നെ ഇന്ത്യ കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ലെറ്റർ അയക്കുകയും ചെയ്തു. ഇവിടെ കേരളത്തിലെ എല്ലാ MP-മാർക്കും ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം, 610 കുടുംബങ്ങളുടെ അവസ്ഥ അറിയാം. എന്നിട്ടും അവരുടേതായ നിലപാടുകൾ എടുക്കുമ്പോൾ ബാക്കിയുള്ളത് ജനമാണ് തീരുമാനിക്കുന്നത്. കാരണം എല്ലാവരും കാണുന്ന ഒരു ചർച്ചയായിരുന്നു. അവരെന്താണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടിയാണ് സംസാരിച്ചത്, ആർക്ക് വേണ്ടി നിലപാട് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിരുന്നു. മാത്രമല്ല നമ്മൾ ആവശ്യപ്പെട്ടത് ഈ പഴയ നിയമത്തിലുള്ള സെക്ഷൻ 40 ഇതിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞങ്ങളെ ഈ സ്ഥലം വഖഫ് ബോർഡ് അവരുടെ ആസ്തിപ്പട്ടിയിൽ ചേർത്തത് തന്നെ. അപ്പോൾ ഈ ഒരു നിയമം ഉണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്. അതിപ്പോൾ അതിപ്പോൾ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും അതിന് തടസ്സങ്ങളായിട്ട് ആര് നിൽക്കുകയാണെങ്കിലും അത് അവരെ ജനം മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമരസമിതിയുടെ കൺവീനർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ തീരുമാനിച്ചിരിക്കുന്നത്, അതോ ഇത് അവസാനത്തെ വിധി വരുന്നത് വരെ? അതെ, ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതുവരെ 2019 വഖഫ് ബോർഡിന്റെ രജിസ്റ്ററിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതവിടെ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ ഞങ്ങൾ ശക്തമായ രീതിയിലുള്ള സമരവുമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഞങ്ങളുടെ ഈ ചെറിയൊരു ഗ്രാമത്തിലെ എല്ലാവരും
സന്തോഷത്തോടു കൂടിയാണ് ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇപ്പോൾ ആ ബില്ല് ലോക്സഭയിൽ പാസ്സായി ഈ നിമിഷം വരെ. കാരണം ഞങ്ങൾ ആരും തന്നെ ഉറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഞങ്ങൾ അത്ര തീവ്രമായ സന്തോഷത്തിലാണ്. കാരണം ഇവിടെ നിന്നും ഞങ്ങൾക്ക് മലയാളികളുടെ MP-മാരായിട്ടുള്ള 28 പേരുണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ ശബ്ദം പാർലമെൻറ്റിൽ എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം 3 വർഷവും 3 മാസവുമായി പല വാഗ്ദാനങ്ങൾ പലരും പറഞ്ഞിരുന്നെങ്കിലും ഒരു ബദൽ സംവിധാനം അവർ പറയുന്നത് പോലെ 28 MP-മാർ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ജനത്തെ ഇവിടുത്തെ 610 കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കുന്നതിന് ഒരു സംവിധാനം അവർക്ക് പാർലമെൻറ്റിൽ എത്തിക്കാമായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അവരെത്തിച്ചില്ലെങ്കിലും ഇന്നലെ പാർലമെൻറ്റ് ലോക്സഭയിൽ ഈ ചെറിയ ഗ്രാമത്തിൻ്റെ രോദനം അവിടെ വലിയ രീതിയിൽ മുഴങ്ങിക്കേൾക്കുകയുണ്ടായി. അതായത് കിരൺ റിജിജുവും നിർമ്മല സീതാരാമനും അതേപോലെ കുര്യൻ ജോർജ് സാറും സുരേഷ് ഗോപി സാറുമെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി അവിടെ വാദങ്ങൾ ഉന്നയിച്ചു. അതിലെ ഈ തീരദേശവാസികൾ അവരെ നെഞ്ചോട് ചേർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാതെ നീട്ടിക്കൊണ്ടുപോയവരെ ഞങ്ങളുടെ മനസ്സുകളിൽ അവരോടുള്ള വേദന എന്നും ഉണ്ടായിരിക്കും എന്നും ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ സമരം തുടങ്ങുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടു. ഇവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ BJP ഇവിടെ മുതലെടുപ്പ് നടത്തുന്നു എന്ന തരത്തിലൊക്കെയായിരുന്നു സർക്കാരും മറ്റ് പ്രതിപക്ഷ നേതാക്കളുമൊക്കെ പ്രതിപക്ഷ പാർട്ടികളുമൊക്കെ ആരോപണം ഉന്നയിച്ചത്. അത്തരത്തിൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഈ ഒരു സമരത്തെ പൊളിക്കുന്ന തരത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. പക്ഷേ ഇന്നിപ്പോൾ ഈ ബില്ല് പാസ്സാകുമ്പോൾ അവർക്കുള്ള മറുപടി കൂടി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരും തിരഞ്ഞെടുപ്പുകളിൽ മുനമ്പം ജനത നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ, സാമൂഹ്യ ബോധമുള്ള എല്ലാ ആളുകളും ഒരു പ്രത്യേക വിഭാഗത്തിനെ, അതായത് ഞാൻ പ്രത്യേക വിഭാഗത്തിനെ എന്ന് പറയുന്നത് ഏത് രീതിയിലും സ്വാധീനം ചെലുത്തി ജുഡീഷ്യറിയെ പോലും സ്വാധീനം ചെലുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വിഭാഗം, ഞാൻ പറയുന്നത് മുസ്ലിം വിഭാഗമല്ല. ഇന്നലെ ഇവിടെ സംഭവിച്ചത് നമുക്ക് കാണാൻ പറ്റും. പാർലമെന്റിന്റെ ഫ്രണ്ടിൽ ആദ്യമായി ലോക്സഭയുടെ ഫ്രണ്ടിൽ മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും ലഡു വിതരണം ചെയ്തിരുന്നു. അതേപോലെ ഇവിടെ ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്ന ഈ വഖഫിന്റെ ഈ ദുർസ്വഭാവം കൊണ്ട് വേദന അനുഭവിക്കുന്ന ഒത്തിരി മുസ്ലിം കുടുംബങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരുണ്ട്, ഹൈന്ദവരുണ്ട്, എല്ലാവരുമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ അതായത് നോട്ടീസ് പോലും കൊടുക്കാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്നവരുടെ പ്രോപ്പർട്ടി വഖഫാണെന്ന് പറയുന്ന ഒരു നിയമത്തെ മാറ്റേണ്ടത് ഇന്ത്യയിലെ ജനാധിപത്യത്തിന് യോജിച്ച രീതിയിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്. മുനമ്പം നിവാസികൾ എന്തായാലും പ്രതീക്ഷയിലാണ്. ഇന്നത്തെ ദിവസം രാജ്യസഭയിൽ കൂടി ഈ ബിൽ പാസ്സാകുമെന്നും അങ്ങനെ വന്നാൽ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകുമെന്നുമാണ് മുനമ്പം നിവാസികൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ പാർലമെന്റിൽ ഉണ്ടായ പരാമർശങ്ങളിലും അവരേറെ സന്തോഷവാന്മാരാണ്. തങ്ങളുടെ ശബ്ദം അവിടെ കേട്ടു എന്നതാണ് അവർ ഇന്ന് രാവിലെ ഇപ്പോൾ നവമിയോട് പറയുന്നത്. നവമി ദിനേശാണ് മുനമ്പത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വേതന വർധന ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ ഇന്ന് സർക്കാർ അവരുമായി വീണ്ടും ചർച്ച നടത്തുകയാണ്. വൈകിട്ട് 3 മണിക്ക് NHM ഓഫീസിലാണ് ചർച്ച. മുഴുവൻ സംഘടനകളുമായി ആരോഗ്യമന്ത്രി ചർച്ച നടത്തും. സമരക്കാർക്കൊപ്പം തൊഴിലാളി സംഘടനകളായ CITU, INTUC നേതാക്കളെയും ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി. ഡാൻ, ഇന്നലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലെന്നായിരുന്നു പറഞ്ഞത്. ചർച്ച ആരൊക്കെ പങ്കെടുക്കും? ഇവർക്ക് പുറമെ ഈ സമരം ചെയ്യുന്ന സംഘടനാ പ്രതിനിധികൾക്ക് പുറമെ ആരൊക്കെയാണ് ചർച്ചയിൽ ഉണ്ടാവുന്നത്? ഇനി അറിയേണ്ടത് ഈ JP നഡ്ഡയെ കണ്ടുവന്ന ശേഷം ആരോഗ്യമന്ത്രി എല്ലാവരെയും വിളിച്ച് നടത്തുന്ന ഈ ചർച്ച അത് സമരം അവസാനിപ്പിക്കാൻ ഒരു വഴി തെളിയുന്നു എന്നതിന്റെ സൂചനയാണോ എന്നാണ്. ശ്രീജ, ഈ സെക്രട്ടേറിയറ്റ് നടയിൽ കഴിഞ്ഞ 53 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സമരത്തിന് ഒടുവിലാണ് 3ാം വട്ടവും ആരോഗ്യമന്ത്രി ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ചർച്ച വിളിച്ചിരിക്കുന്നത്. ആ ചർച്ചയാകും ഇന്ന് വൈകുന്നേരം 3 മണിക്ക് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് നടക്കുക. നേരത്തെ സൂചിപ്പിച്ച പോലെ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് പുറമെ INTUC-യുടെയും CITU-വിന്റെയും ഒക്കെ സംഘടനാ നേതാക്കളും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് വിവരം. എന്തായാലും വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് സമരസമിതി ഇന്ന് നടക്കാൻ പോകുന്ന ചർച്ചയെ നോക്കിക്കാണുന്നത്. ഇന്നലെ അവർ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. യസ്മിനിയും MA ബിന്ദുവും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. വൈകുന്നേരമാണ് ചർച്ച. എത്രയും പ്രതീക്ഷയോടെയാണ് നിങ്ങൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് പോകുന്നത്?
നമ്മള് ഈ 53ാമത്തെ ദിവസം രാപ്പകൽ സമരം തുടങ്ങി, നിരാഹാര സമരം തുടങ്ങി 15ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിരിക്കുന്ന ഓണറേറിയത്തിന്റെ വിഷയത്തിലും വിരമിക്കൽ ആനുകൂല്യത്തിന്റെ വിഷയത്തിലും ഒരു സെറ്റിൽമെന്റ് നടത്തണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്രീമതി മിനി, എത്രയും പ്രതീക്ഷയോടെയാണ് കാണുന്നത് ഇന്നത്തെ ഈ ചർച്ച? ഞങ്ങൾ 100% പ്രതീക്ഷയോടുകൂടിയാണ് ഇതിനെ കാണുന്നത്. കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ 2 ഡിമാൻഡുകൾ, കാരണം സമരസമിതി ഇവിടെ ഒരു സമരം നടക്കുന്നു, ആ സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മീറ്റിംഗ് വിളിക്കുന്നത്, മറ്റൊരു സാഹചര്യത്തിലുമല്ല. അതുകൊണ്ട് സമരസമിതി ഉന്നയിക്കുന്ന ഡിമാൻഡുകളായിരിക്കണം ചർച്ച ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. ഇതാണ് ഞങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ള കാര്യം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചിട്ടുണ്ടോ NHM ഡയറക്ടറേക്ക്? കാരണം അങ്ങനെ വ്യത്യസ്തമായൊരു നിലപാടില്ലല്ലോ, അത് അറിയിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം 2 തവണ ചർച്ച നടത്തിയപ്പോഴും ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചുകൊണ്ടാണല്ലോ ഗവൺമെന്റ് വെക്കുന്ന മറ്റു വിഷയങ്ങളിലേക്ക് ഞങ്ങൾ കടക്കാതിരുന്നത്. അത് വളരെ വ്യക്തമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാകില്ല എന്നാണോ? വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ്? ഞങ്ങൾ വെച്ചിരിക്കുന്ന ഡിമാൻഡിന്റെ പുറത്ത് ഗവൺമെന്റ് എത്രയാണെന്ന് പറയട്ടെ, അവിടെയാണത്. അതാണ് വിട്ടുവീഴ്ച. അപ്പോൾ അതാണ് നിലപാട്. എന്തായാലും വൈകുന്നേരം 3 മണിക്കായിരിക്കും ഈ ചർച്ച നടക്കുക. ഒരുപക്ഷെ ഈ ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധികൾക്ക് പുറമെ മറ്റ് സംഘടനകളുടെ ഭാരവാഹികൾ കൂടി ഈ ചർച്ചയുടെ ഭാഗമായി എത്തുമ്പോൾ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത ഏറെയാണ് എന്ന തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ആശാ വർക്കർമാരുമായി ഒപ്പം മറ്റ് ആശാ വർക്കർമാരുടെ സംഘടന, തൊഴിലാളി സംഘടനകളായ INTU, CCITU പ്രതിനിധികളുമൊക്കെയായി ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ ചർച്ച നടക്കുന്നത്. ഇനി സ്പെഷ്യൽ ഡേ വിഷസിലേക്കാണ്. കന്യാകുമാരി ജില്ലയിലെ ഇടയ്ക്കോട് മലമാരിയിൽ നിന്നുള്ള കുഞ്ഞ് ഇഷാന് ഇന്ന് 1ാം ജന്മദിനമാണ്. ആശംസകൾ അറിയിക്കുന്ന അച്ഛൻ ഷിജു, അമ്മ അനുഷ, ഒപ്പം ഞങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഇഷാൻ ബേബി. മാനന്തവാടി സ്വദേശിയായ ഫാത്തിമയ്ക്ക് ഇന്ന് 4 വയസ്സാവുകയാണ്. ആശംസകൾ അറിയിക്കുന്നത് സഹോദരങ്ങളായ റിസ്വാനും അദ്നാനും, ഒപ്പം ഞങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ഫാത്തിമ. മുഹമ്മദ് റാസിഖിന്റെ 17ാം പിറന്നാളാണ്. കൊല്ലം പത്തനാപുരം സ്വദേശിയാണ് മുഹമ്മദ് റാസിഖ്. മുഹമ്മദ് റാസിഖിന് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ വിശേഷ അവസരങ്ങൾ ഇതുപോലെ ഞങ്ങളെ അറിയിക്കാം. ഈ സന്തോഷ ദിനത്തിൽ News 18 സ്ക്രീനിൽ നിങ്ങൾക്കും എത്താം, നമുക്ക് ഒന്നിച്ച് ആഘോഷിക്കാം. അതിനായി വാട്സ്ആപ്പ് ചെയ്യുക 9346975748. വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോർമാറ്റ് സ്പെഷ്യൽ ഡേ സ്പേസ് നെയിം സ്പേസ് ഫോൺ നമ്പർ. വേനൽക്കാലമാണ്, ഏപ്രിലാണ്. സാധാരണ രീതിയിൽ ഭയങ്കര ചൂടുള്ള സമയമാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് അല്പം ആശ്വസിക്കാൻ വകയുണ്ട്. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആ ജില്ലകൾ ഏതൊക്കെയാണെന്ന് പറയാം, അവിടെയുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, വയനാട് അടക്കമുള്ള ജില്ലകളാണ് യെല്ലോ അലർട്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഒരു കുട കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. രാവിലെ നമ്മൾ തൽക്കാലം രാവിലെയിൽ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. വാർത്തകൾക്കൊരു ചെറിയ ഇടവേള കൊടുത്തുകൊണ്ട് നമ്മൾ പോലീസ് പട്രോളിൽ ക്രൈം ലോകത്തു നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളും അറിയാം. ടോം കുര്യാക്കോസ് ചേരും.